പ്രിയദർശിനി യാത്രയിലും ഗ്രൂപ്പ് പോര്. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് മുൻപേ തൃശൂരിൽ പച്ചക്കൊടി വീശിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രക്കാരായി. UDF സർക്കാരിന്റെ സൗജന്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. വാഗ്ദാന ലംഘനത്തിൽ വ്യാപക പ്രതിഷേധവുമായി BJP. വീണ ചേരുന്നു വിവരങ്ങളുമായി. നമുക്ക് ഇപ്പോൾ ചില തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഗതാഗത മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഇതേ വീതിയിലൂടെ നടത്തിയ ചരിത്ര യാത്രയ്ക്ക് ശേഷം നടക്കുന്ന പൊതുഗതാഗത രംഗത്തെ ഏറ്റവും ചരിത്രപ്രധാനമായ യാത്ര നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ചരിത്രയാത്രയാണ് ഇന്ന് തമ്പാനൂരിൽ നിന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ചും മാധ്യമങ്ങൾ വലിയ തരത്തിലാണ് ഈ പരിപാടിയെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ജനങ്ങൾ ഇന്ന് ആഹ്ലാദ തിമർപ്പിലാണ്. കേരളത്തിലുടനീളം 140 മണ്ഡലങ്ങളിലും സമാനമായ പരിപാടികൾ ഇതിലും അധികം ആവേശത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി സഹകരിക്കുന്നവർക്കെല്ലാം നന്ദി. ഇത് സ്ത്രീ സമത്വത്തിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഐതിഹാസികമായ മാതൃകയാണ്. ഇതിൽ APLO BPLO ഇല്ല, അന്യ സംസ്ഥാനക്കാരോ സ്വന്തം സംസ്ഥാനക്കാരോ ഇല്ല, പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ ഇല്ല. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം. ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ ഒന്നാം ഘട്ടമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തിരിച്ചാണ് സംഭവിച്ചത്. അതെ, സിറ്റി ഫാസ്റ്റുകളിൽ ചിലതിനെ ഓർഡിനറിയാക്കി മാറ്റാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഓർഡിനറി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ ഗ്രാമവണ്ടികളെ വരണമെന്ന് ഞങ്ങൾ ഗ്രാമങ്ങളോടും നഗരങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അതിൽ സൗജന്യമുണ്ട്. ടൗൺ ടു ടൗൺ ഫ്രീ ആണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഫ്രീ ആണ്. ഇനിയും ഗ്രാമവണ്ടികളുണ്ടാകും. ഇതൊരു തുടക്കം മാത്രമാണ്. എല്ലാവരും നിർബന്ധമായി എടുക്കണം. ഫൈനൊന്നും കൂടെ KSRTC ബസ്സിൽ പൊതുവെ ഇല്ലല്ലോ. അതുകൊണ്ട് പണ്ടുള്ള ഫൈനൊക്കെ തന്നെ ഇപ്പോഴും എല്ലാവരും നിർബന്ധമായി എടുക്കുന്നത് ഗവൺമെൻറ്റിന് നല്ലതാണ്. അവർക്കും ഒരു ടിക്കറ്റ് അവരുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണം ഇപ്പോഴില്ല. പക്ഷേ ഭാവിയിൽ ഈ ടിക്കറ്റ് കൊണ്ട് അവർക്ക് ചില പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വിശദീകരണം ചോദിക്കരുത്. മറ്റ് ബസ്സുകളുടെ രണ്ടാം ഘട്ടമായി ആരംഭിക്കില്ലേ? BJP അടക്കം എല്ലാ ബസ്സുകളിലും ഈ സർവീസ് ഉണ്ടാകുമെന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഓർഡിനറിയിലേക്ക് മാത്രം ചുരുക്കിയെന്ന് BJP അല്പസമയത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ മറ്റ് ബസ്സുകളിലേക്ക് എപ്പോഴായിരിക്കും? പ്രതിഷേധിക്കേണ്ടവർ ശക്തമായി പ്രതിഷേധിക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആവേശം ഉണ്ടാവും. പ്രതിഷേധങ്ങളെ സ്വാഗതം ചെയ്യും. പുരുഷന്മാർക്ക് സൗജന്യം വേണമെന്ന് ആവശ്യമുണ്ട്. സീനിയർ സിറ്റിസൺ കൺസെഷൻ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാം. എന്തായാലും പൊതുഗതാഗതം ശക്തിപ്പെടുത്തലാണ്. അതാണ് ഒബ്ജക്റ്റീവ്. അതാണ് ലക്ഷ്യം. പൊതുഗതാഗതമാണ്. പൊതുഗതാഗത രംഗത്ത് 33,000 പ്രൈവറ്റ് ബസ്സുകൾ വെറും 8,000 കുറഞ്ഞപ്പോൾ ഇവിടെ ആരും അത് പരിശോധിക്കാനുണ്ടായില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പൊതുഗതാഗതത്തിൻ്റെ സ്ഥിതി 33,000-ൽ നിന്നും 8,000-ലേക്കുള്ള കൂപ്പുകുത്തലാണ്. അതേപോലെ തന്നെ 6,000-ലധികം ബസ്സുകൾ ഓടിയിരുന്ന KSRTC ഇപ്പോൾ 4,500, 4,700-ലേക്ക് റണ്ണിങ് സ്റ്റോക്ക് മാറിയിരിക്കുകയാണ്. ഒരുപാട് KSRTC ബസ്സുകൾ വളരെ വിഷമത്തിലുള്ളത്. അതൊക്കെ നന്നാക്കാൻ പോവാണ്. അതെല്ലാം നന്നാക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊട്ടുപിറകെ വിവാദങ്ങളും വിമർശനങ്ങളും കൂടി ഉയരുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ ഗ്രൂപ്പ് പോര്
സജീവമായി ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി കൊടിവീശുന്നതിന് ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ തൃശ്ശൂരിൽ പച്ചക്കൊടി വീശി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതിന്റെ തൃശ്ശൂരിലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് ഉടലെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സൗജന്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് എന്നിരിക്കെ നിരവധി ബസ്സുകൾ ഓർഡിനറിയിൽ നിന്ന് ഫാസ്റ്റിലേക്ക് മാറ്റുന്നു എന്നുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. കൃത്യമായൊരു മറുപടി ഇതിനൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതുമല്ല. എങ്ങനെ വിലയിരുത്താം നമുക്ക്? രോഹിണി, ഈ ഉദ്ഘാടനം, അതായത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ചടങ്ങ് നടന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും പ്രയോജനപ്രദമാകുക എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം വളരെ ചുരുക്കം ചില ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് നിരത്തിൽ സർവീസ് നടത്തുന്നത്. അതിൽ 7 ബസ്സുകൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു സമയക്രമം ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. രാവിലെയും വൈകിട്ടുമാണ് പൊതുവെ KSRTC ബസ്സിൽ അധികമായി തിരക്കുള്ളത്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതിനാൽ തന്നെ 1-2 ബസ്സുകൾ കൊണ്ട് മാത്രം എങ്ങനെയാണ് 25 ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ലക്ഷോപലക്ഷം വരുന്ന സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. രണ്ടാം ഘട്ടമായി ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് പറയുമ്പോൾ പോലും അത് എപ്പോഴാണ് നടപ്പാക്കുക, അതിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയായിരിക്കും, സൂപ്പർ ഫാസ്റ്റിനെയും സിറ്റി ഫാസ്റ്റിനെയും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ സർവീസ് ആരംഭിക്കുമ്പോൾ വലിയ തരത്തിൽ സർക്കാർ കൊട്ടി ആഘോഷിച്ച് പറയുന്നുണ്ട് വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നുള്ളത്. പക്ഷേ വാഗ്ദാനം പാലിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയാനുള്ളത് 100 ദിവസത്തെ പരീക്ഷണ നടപ്പാക്കൽ ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാൽ തന്നെയാണ് ഈ ഒരു 0 ടിക്കറ്റ് നൽകുന്നത്. അതായത് എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് കൃത്യമായി വനിതാ യാത്രക്കാർ കൃത്യമായി അറിയിക്കുന്നതിനായി ടിക്കറ്റ് എടുക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ പെരുമാതുറയിലേക്കാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. തമ്പാനൂരിൽ നിന്ന് പെരുമാതുറയിലേക്കാണ് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരി കൃത്യമായ ഒരു ടിക്കറ്റ് രേഖപ്പെടുത്തണം. അതല്ല അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് പരിസരത്തോ സ്റ്റാച്യുവിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമാണോ ഇറങ്ങുന്നത്, മെഡിക്കൽ കോളേജിലോ കഴക്കൂട്ടത്തോ ഈ പരിസരത്തൊക്കെയാണോ ഇറങ്ങുന്നത്, അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി എങ്ങനെയാണ് സ്ത്രീകളിൽ നിന്ന് സഹകരണം എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ധവളപത്രം അടക്കം പുറത്തിറക്കിയപ്പോൾ നിരവധി സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി അടക്കം അറിയിച്ചൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ ബസ്സുകൾക്ക്, സൗജന്യ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അത് സർക്കാർ വഹിക്കുമെന്ന് പറയുമ്പോൾ പോലും എങ്ങനെയായിരിക്കും അത് വഹിക്കുക, എവിടെ നിന്നായിരിക്കും അതിനുള്ളൊരു പണം കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. വായ്പയ്ക്കായി എടുത്ത് നൽകുമെന്ന് പറയുന്നുണ്ട്. മാസം അവസാനമായിരിക്കും ഈ തുക നൽകുക എന്ന് പറയുമ്പോൾ പോലും ഡീസൽ, നിത്യേന ചിലവ്, അതിനുള്ള വക എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകൾ തന്നെയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഓർഡിനറി ബസ്സുകളിൽ മിക്കതും, അതായത് കഴിഞ്ഞ ദിവസം അടക്കം നിരത്തുകളിൽ ഇറക്കിയ ചില ബസ്സുകളെ ഇന്ന് സിറ്റി ഫാസ്റ്റാക്കി മാറ്റി സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ട് നിരത്തുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വിമർശനം കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഇത് എങ്ങനെയായിരിക്കും ഈ ചുരുക്കം ചില ബസ്സുകളിൽ മാത്രം നടത്തിക്കൊണ്ട് കണ്ണിൽ പൊടിയിട്ട് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ സ്ത്രീകൾക്കൊപ്പമാണ് വനിതകളുടെ ഉയർച്ചയ്ക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് നടത്തുക എന്ന് പറയാൻ കഴിയുക എന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഈ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ വഞ്ചനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം BJP നടത്തുന്നുണ്ട്. കാരണം 3000-ലധികം ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ കേവലം ചുരുങ്ങിയ 100-ലധികമോ അല്ലെങ്കിൽ 100-ന് താഴെയുള്ള ഓർഡിനറി ബസ്സുകളിൽ സർവീസ് നടത്തി ഈ ഒരു പദ്ധതിയെ കൊട്ടി ആഘോഷിച്ച് സർക്കാർ വാക്കു പാലിച്ചു എന്നുള്ള PR വർക്ക് ചെയ്യുമ്പോൾ അത് പൊതുവിൽ വോട്ട് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ വോട്ടിട്ട ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. വനിതകളെ വഞ്ചിക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. ചില ബസ്സുകൾ, അതായത് ഇന്ന് ഈ ഉദ്ഘാടനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് അടക്കം സർവീസ് നടത്തുന്ന ചില ബസ്സുകളിൽ, അതായത് ഫാസ്റ്റ് അല്ലെങ്കിൽ സിറ്റി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ സമയക്രമത്തിലടക്കം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ചില ബസ്സുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കൂടുതലും ഈ ഓർഡിനറി ബസ്സുകളെ നിരത്തിൽ ഇന്ന് ഉദ്ഘാടന ദിവസം തന്നെ ഇറക്കി വലിയ തരത്തിൽ ആദ്യ ദിവസം തന്നെ പദ്ധതി വിജയിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ളൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഗുണപ്പെടുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അത് മുഴുവൻ സ്ത്രീകളിലേക്കും എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഓർഡിനറി ബസ്സുകൾ മാത്രമായി ചുരുക്കിയത് കൊണ്ട് എന്ത് പ്രയോജനമാണ് മുഴുവൻ സ്ത്രീകൾക്കും ലഭിക്കുക എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. രോഹിണി, ശരി. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയദർശിനി സൗജന്യ യാത്ര നിലവിൽ വന്നു, പക്ഷേ അപ്പോഴും നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും തൊട്ടുപിറകെ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്.